എന്താ അഭിപ്രായം? എവിടേക്കാ പോകുന്നത്? മഞ്ചേരിക്കോ? ഞാനും. ഞങ്ങളിപ്പോൾ എയർപോർട്ടിലാണുള്ളത്. 7 മണിക്കാണ് ഫ്ലൈറ്റ്. വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. സെക്യൂരിറ്റി 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞുകൊണ്ട് നേരത്തെ എത്തിയോ? 4 മണിക്ക് 5:30 ഇറങ്ങിയല്ലേ കയറിയെന്ന്. തിരക്കുടിച്ച് ഇറങ്ങിയോണ്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. 5:15 അപ്പം നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നമ്മളെ ഒരുമിച്ചുള്ള ഒരുമിച്ചുള്ള അല്ലേ? ഒരു കൊല്ലാവാനായാലും നമ്മൾ ഒരു കൊല്ലമായതിനു ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് ഒരുമിച്ച് ആദ്യമായിട്ടല്ലേ? എന്താ ഇനി ഉറക്കം വരുന്നത്? ട്രിപ്പിനേക്കാൾ ഉപരി ഉറങ്ങാൻ പോലെയാവല്ലേ? ഹായ് ഹോൾ. അങ്ങനെ വീഡിയോൻ്റെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ ഞങ്ങൾ ക്രൈസ്റ്റ് ചർച്ച് കാണാൻ പോകട്ടോ. ന്യൂസിലാൻഡ് 2 ഐലൻഡാണ്. നോർത്ത് ഐലൻഡ് ഉണ്ട്, സൗത്ത് ഐലൻഡ് ഉണ്ട്. അതിൽ സൗത്ത് ഐലൻഡിലാണ് ഈ ക്രൈസ്റ്റ് ചർച്ച് ഉള്ളത്. അപ്പോൾ സൗത്ത് ഐലൻഡ് ഏകദേശം കാണാൻ പറ്റിയ എല്ലാ ഏരിയ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഡിസംബർ 23-നാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ ഇന്നാണിപ്പോൾ ജനുവരി 2-ാം തീയതിയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഫ്ലൈറ്റിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വ്യൂ ആണ്. ആകാശ കാഴ്ചകളാണ് കേട്ടത്. അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള വീഡിയോയിൽ ഫുള്ള് ഞങ്ങൾ കണ്ട കാഴ്ചകളൊക്കെ ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ ആയിട്ട് ഇടാമെന്ന് കരുതി. അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള വീഡിയോസാണ് വരുന്നത്. അപ്പം ഷോർട്ടാക്കി മാക്സിമം ഷോർട്ടാക്കി ഇങ്ങനെ ഇടാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ എയർപോർട്ട്. ചെറിയൊരു എയർപോർട്ട്. ഇവിടെ അധികം ചെറിയ എയർപോർട്ട്. ഞങ്ങളിപ്പാണ്ട് ഇറങ്ങിയിട്ടുള്ളൂ. ഇനി ഷട്ടിൽ ബസ് ഉണ്ട്, അതെടുത്ത് ഞങ്ങൾ വാൻ എടുക്കാൻ പോകണം. ഇതാണ് കേട്ടോ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഇതൊക്കെ ഭയങ്കര ക്യൂട്ടായി ചെയ്തിന് കാണുന്നുണ്ടോ? നല്ല ഭംഗിയുണ്ട് കാണാൻ. അതാട്ടോ ഇവർ വന്നിട്ടുണ്ട്. ബസ്സിൽ പോലെ കുറച്ച് റിസ്ക്കാണ് ഈ ലഗേജും കൊണ്ട്. അപ്പോൾ ഊബറിലായിട്ട് പോണേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ട്രിപ്പിൻ്റെ ഫുൾ ഐറ്റിനറി അതേപോലെ എത്ര ആയി ചിലവ് എന്നൊക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഊബർ എടുത്ത് നേരെ ഞങ്ങൾ പോയത് ക്യാമ്പർ വാൻ എടുക്കാനാട്ടോ. ഞങ്ങളൊരു 3 മാസം മുന്നേ തന്നെ ബുക്ക് ചെയ്തിട്ടോണ്ട് അങ്ങനെ ബുക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് കേട്ടോ കിട്ടിയത്. കാരണം ഈ ക്രിസ്മസിൻ്റെ സമയം വെച്ചാൽ വണ്ടിയൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണാണും അതിലുപരി നല്ല റേറ്റാണാണും. ക്രിസ്മസ് അതേപോലെ തന്നെ ഈസ്റ്ററിൻ്റെ സമയമൊക്കെ. അപ്പം നമുക്ക് ഒഴിവുള്ള സമയം ഇതാണല്ലോ. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ കിട്ടും ഇങ്ങോട്ട്. ഞങ്ങൾ പിന്നെ വണ്ടി ചെക്ക് ചെയ്യാണ്. നമ്മൾ വണ്ടി എടുക്കുന്നതിൻ്റെ മുന്നേ ചെക്ക് ചെയ്യണം നല്ലതാട്ടോ. ഇതിൽ തന്നെ നമുക്ക് കിച്ചണിൻ്റെ ഫെസിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കിടക്കാനും പറ്റും. പിന്നെ സെൽഫ് കണ്ടെയ്നഡ് അല്ല, അതുകൊണ്ട് ടോയ്ലറ്റിൻ്റെ ഇതൊന്നുമില്ല. സെൽഫ് കണ്ടെയ്നഡ് ആയിട്ടുള്ള വാനുകളിലാണ് ടോയ്ലറ്റിൻ്റെ ഫെസിലിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് അവിടുത്തെ സ്റ്റാഫ് എങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കാണിച്ചു തരാണ് കേട്ടോ.
ഏകദേശം 7 ദിവസമാണ് നമ്മൾ റെൻറ്റിനെടുത്തത്. പക്ഷെ 6.5 ദിവസമേ നമ്മളെ കയ്യിലുണ്ടാവുള്ളൂ. 2 മണിക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ തിരിച്ചേൽപ്പിക്കണം. 7 ദിവസത്തെ ഫുൾ പൈസ നമ്മൾ കൊടുക്കും വേണം. അതുപോലെ റൂളിലുള്ള കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വിശന്നിട്ട് നിൽക്കാൻ വയ്യ. അങ്ങനെ നേരെ ഞങ്ങൾ പാക്ക് ആൻഡ് സേവിക്കാട്ടോ പോണത്. പാക്ക് ആൻഡ് സേവിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നേരെ ഫുഡ് കഴിക്കാന്ന് കരുതി. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഗീറ്. സംഭവം ഒരു ആനവണ്ടി ഇരുന്ന് പോണ ഒരു ഫീലുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ല പൈച്ചിക്കണേ. ഞങ്ങൾ രാവിലെ സുബൈക്ക് ഇറങ്ങിയതല്ലേ. ഫ്ലൈറ്റിൽ നിന്ന് പിന്നെ ഒരു ചായയും ഒരു ബനാനൻ്റെ എന്തോ കേക്കും കിട്ടി. അത് മാത്രം കഴിച്ചിട്ടുള്ളൂ. വലിയ പാക്കൻസ് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓൾറെഡി എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ ഭയങ്കര വലിയതല്ലേ ഈ പാക്കൻസ് സേവ്. എസ്കേപ്പ് ക്യാമ്പർ വാനിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ പാക്ക് ആൻഡ് സേവിക്കാട്ടോ വന്നത്. വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങാനാണ്. കുറച്ച് ഇനിയിപ്പോൾ അങ്ങോട്ട് കട ഉണ്ടാവുമോ? നമ്മൾ കുറച്ച് പോകുന്നതൊക്കെ കുറച്ച് ഉള്ള ഏരിയയിലോട്ടാണ്. ഇവിടെ റൂം എടുക്കുന്നുണ്ട്. പക്ഷെ മുൻകൂറായിട്ട് നമ്മൾ കരുതി വെക്കാം. ഞങ്ങൾ ഇത്രയും സാധനങ്ങളാട്ടോ വാങ്ങിയത്. Turn left onto Litchfield Street, then your destination will be on the right. ഇതാണ് തോന്നുന്നു ഇവിടുത്തെ CBD, സൗത്ത് ഐലൻഡിന്റെ സെന്റർ അല്ലേ. ഇതാട്ടോ നമ്മളെ വണ്ടിന്റെ ഫുൾ ലുക്ക് വരുന്നത്. ആൻഡ് ഈ ചുമരൊക്കെ നോക്കി നല്ല ഭംഗിയില്ലേ, കളർഫുൾ ആക്കി വെച്ചത്. ഇവിടെ ഒരു മണിക്കൂറിന് 6.3. അത് പറയുമ്പോൾ എത്ര ഈ നാട്ടിലത്തെ 300 രൂപ ഒരു മണിക്കൂറിന് പാർക്കിങ്ങിന്. ന്യൂസിലാൻഡ് എത്രത്തോളം എക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും അല്ലേ. ഈ വ്ളോഗ് കണ്ടാൽ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നേരെ വന്ന ജോർദാൻകാരൊരു ഷോപ്പാട്ടോ. ജാക്സ് കബാബ് എന്നാട്ടോ ഈ ഷോപ്പിൻ്റെ പേര്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ ഹൂൻഹെ സീനിക് റിസർവ് ആട്ടോ. ക്രൈസ്റ്റ് ചർച്ചിൽ നിന്നുള്ള ആട്ടോ. ഇതൊരു കഫേ ആട്ടോ കാണുന്നത്. അപ്പോൾ ഇതൊരു മലമുകൾക്ക് കയറണം. പിന്നെ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു വ്യൂവും ഒരു ലുക്ക് ഔട്ടൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.